എന്താണ് ഈ പരബ്രഹ്മ ചൈതന്യക്രിയ? ആത്മാവെന്ന് പറയാറുണ്ട്. നമ്മുടെ ആ സോൾ എനർജിയെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. കുടുംബപര ദേവതകൾ എന്ന് പറയുന്ന സംഗതികൾ, അല്ലെങ്കിൽ സമാധി അടഞ്ഞ ആളുകൾ, അപ്പോൾ ഇവരുടെയൊക്കെ ഏതെങ്കിലും ഒരു പ്രസൻസ് കൊണ്ടാണ് സത്യത്തിൽ അവരന്ന് ആ സമയത്ത് രക്ഷപ്പെട്ടെന്ന് വേണം പറയാനായി. എന്തായിരുന്നു അങ്ങ് കിട്ടിയ ഗുണം? എന്തായിരുന്നു അത്? സ്വാഭാവികമായിട്ട് ചോദിക്കും. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. പേഴ്സണൽ അല്ലെങ്കിൽ പറയാം. അല്ല, നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു പ്രശ്നം വരുന്ന സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഓൾറെഡി അപ്പം തന്നെ ഉണ്ടാവും. ഈ ഒരു 2 മാസം മുമ്പായിരുന്നു ഞാൻ എൻ്റെ ഒരു പുതിയ വീട് പണിത് ഞാൻ താമസം തുടങ്ങിയത്. ഞാൻ സ്ഥലം വാങ്ങിച്ചത് പോലും 1 രൂപ പോലും ഇല്ലാതിരുന്ന സമയത്താണ് എൻ്റെ ബന്ധുസ്വന്തങ്ങളോ സുഹൃത്തുക്കൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ പെട്ടെന്നൊരു വീട് ഒരു 8 മാസം കൊണ്ട് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റി. അപ്പോൾ അതിന് ഇപ്പോഴും എൻ്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതെൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. ഇത് പക്ഷേ കേൾക്കുന്ന ആളൊരു വിചാരിക്കും ഇയാൾക്ക് വട്ടാണ്, ഭ്രാന്താണെന്നൊക്കെ പറയും. പക്ഷേ ഇത് നിങ്ങൾ അനുഭവിച്ചറിയാനേ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ക്രീനിൽ നിങ്ങൾ കണ്ടെത്തിയ അദ്ദേഹത്തെ വിളിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ഒരു റേക്കി ഹീലിംഗ്, പ്രാണി ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഒരു താന്ത്രികരോ മാന്ത്രികരോ ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, അവർക്കൊക്കെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. എല്ലാം ലൈവായിട്ട് വീഡിയോ എടുത്ത് വെച്ച് എവിഡൻസ് ഉണ്ട്. പക്ഷെ പബ്ലിക്കിന്റെ മുമ്പിൽ എനിക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. റേക്കിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വീഡിയോകൾ നമ്മൾ റേക്കി ഒരു സമുദ്രം പോലെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഷാജി രാമൻ സാറാണ് ഇന്ന് നമ്മുടെ ഫ്ലോറിലെത്തിയിട്ടുള്ളത്. അദ്ദേഹം പാലക്കാട് സ്വദേശിയാണ്. അദ്ദേഹം ആത്മസാധന സിദ്ധ ഹോളിസ്റ്റിക് ഹീലിംഗ് സെൻറ്റർ അദ്ദേഹം നടത്തുന്നുണ്ട്. ഒരുപാട് പേർക്ക് അതുവഴി ഹീലായി ജീവിതത്തിൻ്റെ വിജയപഥത്തിലേക്ക് പോകാൻ ആ ഒരു സ്ഥാപനം കൊണ്ടും ഷാജി രാമൻ സാറിൻ്റെ ആ ഒരു ടെക്നോളജി കൊണ്ടൊക്കെ ഒരുപാട് പേർക്ക് സാധ്യത ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളോടൊപ്പം അദ്ദേഹമുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്തേ. അങ്ങയുടെ ഈ ഒരു ഇൻ്റർവ്യൂവിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, അതെ, കടൽ പോലെ കിടക്കുന്ന ഒരു അറിവ് തന്നെയാണ് ഹീലിംഗ് റേക്കി എന്ന് പറയുന്നത്. കാര്യം ഓരോ ഗുരുക്കന്മാരും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ടെക്നോളജികളാണ് അവർ പറയുന്നത്. ഒരാൾ പറയുന്നതല്ല മറ്റൊരാൾ പറയുന്ന രീതി, പക്ഷേ എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ കടൽ പോലെ കിടക്കുന്നത് പറയുന്നത് അത്രയും അറിവിൻ്റെ ഒരു സമുദ്രം തന്നെയാണ് റേക്കി. അതിൽ തന്നെ അതിൽ വ്യത്യസ്തമായ ഒരു സംഭവം ഞാൻ കേട്ടു, പരബ്രഹ്മ ചൈതന്യ ക്രിയ. അത് ഞാൻ മുമ്പ് കേട്ടിട്ടുമില്ല, ആരും അങ്ങനെ പറഞ്ഞ് തന്നിട്ടുമില്ല, പറഞ്ഞ അറിവുമില്ല. പരബ്രഹ്മം എന്ന് കേട്ടിട്ടുണ്ട്, യൂണിവേഴ്സൽ എന്ന് നമ്മൾ പറയുന്ന പരബ്രഹ്മത്തെ നമ്മൾ അറിയുന്നുണ്ട്. കേട്ടിട്ടില്ല. എന്താണ് ഈ പരബ്രഹ്മ ചൈതന്യക്രിയ? ശരിക്ക് നമ്മൾ പല യാത്രാവേളകളിൽ ചിലപ്പോൾ വാഹനമൊക്കെ ഓടിച്ചു പോകുന്ന സമയത്തും, അതുപോലെ തന്നെ നമ്മളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു പേഷ്യൻ്റായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, നിങ്ങൾ ഈ സമയത്ത് വന്നു ചേർന്നത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ ആക്സിഡൻറ്റ്, ചിലപ്പോൾ നമ്മൾ ഓടിക്കുന്ന വാഹനം മറ്റൊരു വാഹനത്തിന് മുകളിൽ കൊണ്ട് ഇടിച്ചതാവാം, അല്ലെങ്കിൽ തിരിച്ച് വേറൊരു വാഹനം നമ്മളിലേക്ക് വന്ന് കയറിയതാവാം. പക്ഷെ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിട്ട് പറയുന്ന ആദ്യത്തെ വാക്ക്, ദൈവമേ, ഒരു നിമിഷം നേരം കുറച്ച് സമയം ഒന്ന് വൈകിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് എങ്ങനെയോ നമ്മൾ രക്ഷപ്പെട്ടു, ആ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അത് വല്ലാത്തൊരു സംഭവം. നമ്മൾ കണ്ണിൽ കൊള്ളേണ്ടത് പിരുകത്ത് കൊണ്ടെന്നൊക്കെ. അതെ, അങ്ങനെ പറയാറുണ്ട്. കണ്ണിൽ കൊള്ളേണ്ടത് പിരുകത്ത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇത് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മരണാസന്നനായിട്ട്, അല്ലെങ്കിൽ ഒരു കോടതിയിൽ പോലും നമ്മളൊരു കുറ്റവിചാരണ നേരിട്ട് കഴിയുമ്പോൾ നമ്മൾ അത്ഭുതകരമായിട്ട് ആ കോടതി വിധി നമ്മളെ രക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയും, രക്ഷപ്പെട്ടു, ദൈവമേ ഈശ്വരൻ സഹായിച്ചു, ഈശ്വരൻ തുണച്ചു, ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ നെടുവീർപ്പിടുന്നതായിട്ട് കാണാം. അപ്പോൾ അത് സാധാരണ ഒരു തെറ്റ് ചെയ്യുന്നവനെ സംബന്ധിച്ച്, ഒരു കുറ്റവാളിയെ സംബന്ധിച്ചതും അത്തരം കാര്യങ്ങളിലൊന്നും അവർക്ക് മനസ്സിലാവില്ല. അവരത് എന്ന് പറഞ്ഞാൽ അവർ സില്ലിയായിട്ട് കാണും. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അതല്ല. അവൻ ആ വിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ടാണ്
എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, അല്ലെങ്കിൽ ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തോട് കൂടിയിട്ട് അവൻ സംസാരിക്കുന്നത്. അത് അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇത് മനസ്സിലാക്കിയത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് എങ്ങനെ അവിടെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, പല ആളുകളും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദേവീ ദേവന്മാരെ പൂജിക്കുന്നവരുണ്ട്, ഉപാസനാ മൂർത്തികളെ വെച്ച് ആരാധിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഏഞ്ചൽസിനെ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പിതാമഹന്മാരായിട്ടുള്ള കുറേ ആളുകളുണ്ടാവും, മരിച്ചുപോലുള്ള അവരുടെ പൂർവികരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കുടുംബപര ദേവതകൾ എന്ന് പറയുന്ന സംഗതികൾ, അല്ലെങ്കിൽ സമാധി അടഞ്ഞ ആളുകൾ. അപ്പോൾ ഇവരുടെയൊക്കെ ഏതെങ്കിലും ഒരു പ്രസൻസ് കൊണ്ടാണ് സത്യത്തിൽ അവരന്ന് ആ സമയത്ത് രക്ഷപ്പെട്ടെന്ന് വേണം പറയാനായി. ഈ പരബ്രഹ്മ ചൈതന്യക്രിയ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അതെൻ്റെ വളരെ വർഷത്തെ നിരന്തരമായിട്ടുള്ള പരിശീലനവും പാഠ്യക്രമവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു സംഭവം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ഈശ്വരനെ കണ്ടെത്താം. അതായത് അതിന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഗാർഡിയനെ, സ്പിരിച്വൽ ഗാർഡിയനെ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഒരു ആത്മാവെന്ന് പറയാറുണ്ട്, നമ്മുടെ ആ സോൾ എനർജിയെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ എങ്ങനെ കണ്ടെത്താം? ആ സോൾ എനർജിയെ പലരും ഇപ്പോൾ സ്കാനിങ്ങിലൂടെയോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കിലൂടെ നിങ്ങളുടെ ഈശ്വരൻ ഇതാണെന്നൊക്കെ കണ്ടെത്തി കൊടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. പക്ഷെ അത് അത്രമാത്രം സത്യസന്ധമായിരിക്കും, എത്രമാത്രം പൂർണ്ണതയുണ്ടെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഞാൻ അതിനെ പഠിക്കുകയും അത് മനസ്സിലാക്കിയും എന്നിൽ തന്നെ ഞാനൊരു പഠനം നടത്തി അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അതിനെ വെച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ. അതെ, പെട്ടെന്നൊരു മാറ്റം, പെട്ടെന്ന് വലിയൊരു റിസൾട്ടിലേക്ക്. അതായത് വർഷത്തെ പ്രയത്നമുണ്ട് അതിനകത്ത്. വർഷങ്ങളോളം ഞാൻ പ്രയത്നിച്ചിട്ടാണ് ഞാനത് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. അതിനുശേഷമാണ് ഇത് മറ്റുള്ളവരിലേക്ക് ഞാൻ പകർന്നു കൊടുക്കുന്നത്. ആദ്യം സ്വയം നമ്മൾ പരീക്ഷിച്ച് നോക്കി അത് വിജയിച്ചു, റിസൾട്ട് വന്നു എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ അടുത്ത ആൾക്ക് നമുക്കതിന്റെ ഗുണം കിട്ടണം. അതെ, നമുക്ക് കിട്ടിയിട്ട് വേണമല്ലോ വേറൊരാളോട് പറയാൻ. അതെ അതെ. അങ്ങനെ എന്തായാലും ഞാനത് ഇപ്പോൾ നിലവിൽ 1-2 പേരിലേക്ക് ഞാനത് എന്തായിരുന്നു അങ്ങ് കിട്ടിയ ഗുണം എന്തായിരുന്നു? അത് സ്വാഭാവികമായിട്ട് ചോദിക്കും. തീർച്ചയായിട്ടും ആയിക്കോട്ടെ, പേഴ്സണൽ അല്ലെങ്കിൽ പറയാം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. എന്തായിരുന്നു ആ ഗുണം? അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സ്പിരിച്വൽ ഗാർഡിയനെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഞാൻ നേരത്തെ ഗാർഡിയനെ ഞാൻ തന്നെ കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങളുടെ സ്പിരിച്വൽ ഗാർഡിയൻ ആരാണ്. ഇപ്പം ഞാനൊരു ഉപാസകനാണ്, അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയെ നമ്മൾ ഉപാസിക്കുന്നു. അതെ, അപ്പം ഞാൻ ഡെയിലി ഇത്ര മന്ത്രോച്ചാരണങ്ങൾ 10,000 ലക്ഷങ്ങളൊക്കെ കഴിഞ്ഞാലേ എനിക്ക് ആ മന്ത്രസിദ്ധി വരുള്ളൂ. അതോടൊപ്പം ആ ദേവതയെ നമ്മൾ സിദ്ധിയിലേക്ക് വരുന്നു എന്നൊക്കെയാണ് നമ്മളെ കാരണവന്മാർ, അല്ലെങ്കിൽ നമുക്ക് മുന്നേ പോയ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതനുസരിച്ച് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ കാലങ്ങളെടുക്കും, ചിലപ്പം 10 വർഷമൊക്കെ എടുക്കുമ്പോഴായിരിക്കും ആ മന്ത്രസിദ്ധിയാവുന്നത്, ഇല്ലെങ്കിൽ സിദ്ധി എന്നുള്ള സംഭവത്തിലേക്ക് വരുന്നത്. നമുക്ക് എന്നാൽ പോലും ആ ഉപാസനാമൂർത്തിയെ കാണാൻ പറ്റുമോ എന്നുള്ളത് സംശയവുമാണ്. അതുകൊണ്ട് ഭൗതികമായ ജീവിതശൈലി നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ നിഷ്കളങ്കമായ മനസ്സ് വേണമെന്നുണ്ട്, കളങ്കമായി പോകുന്ന മനസ്സാണ് ഇപ്പോൾ ഉള്ളത് സാഹചര്യങ്ങൾ. അങ്ങനെ നമുക്ക് എങ്ങനെ അതിനകത്തൊരു 2-3 ടെക്നിക്കുകൾ നമ്മൾ വശമാക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു റേക്കി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതെന്ന് പറയും. ഇവിടെ ഒരു 3 തലങ്ങളിലുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് തേർഡ് ഐ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. ഈ തേർഡ് ഐ പ്രാക്ടീസ് നമ്മൾ കുറച്ച് ദിവസം, ഏതാനും ദിവസം ചെയ്യണം. ചെയ്തതിന് ശേഷം ചക്ര ആക്ടിവേഷൻ സിസ്റ്റം, അതിൻ്റെ സയൻസ് പ്രകാരമായിട്ട് ചക്ര ആക്ടിവേഷൻ സിസ്റ്റം നമ്മൾ അത് പഠിപ്പിച്ചു കൊടുത്ത് അതിനുശേഷം ചില മുദ്രകൾ നമ്മൾ പരിശീലിക്കുന്നുണ്ട്. ഈ മുദ്രകളും പരിശീലിച്ചതിന് ശേഷമാണ് ഈ പരബ്രഹ്മചൈതന്യക്രിയ എന്ന് പറയുന്ന ആ ക്രിയയുടെ അത് ഒരു ആവാഹന പ്രക്രിയയാണ്. ആ ആവാഹന പ്രക്രിയയിലാണ് നമ്മളുടെ ഈ ആ സോൾ എനർജിയെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണ്ട. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ഗൈഡ് വേണമല്ലോ നമുക്ക്. നമ്മുടെ മാതാപിതാക്കളും ഗുരുക്കന്മാരൊക്കെ ഗൈഡൻസ് തരുന്നവരാണ്. പക്ഷെ നമ്മളൊരു സോൾ എനർജിയുടെ ഒരു പ്രസൻസ് നമ്മളിലേക്ക് വരിക, അത്തരത്തിലുള്ളൊരു വ്യക്തി, ഞാൻ പറഞ്ഞു അത് നമ്മളുടെ പൂർവികരായിട്ടുള്ള ഒരാളായിരിക്കാം. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അറിയില്ല അത് ഏത് എനർജിയാണെന്ന്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദേവീ ദേവന്മാരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബപര ദേവതകളാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചൽസ് ആണോ,
അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലർ സമാധി അടഞ്ഞു പോയവരായിരിക്കാം, അല്ലെങ്കിൽ അവധൂതന്മാരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഈ ക്രിയയിലൂടെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. ഇത് എത്ര ദിവസത്തെ പ്രാക്ടീസ് വേണം ഇങ്ങനെ ഒന്ന് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ? ഇത് 3 ദിവസമാണ്. നമ്മൾ അതിൻ്റെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് 3 ദിവസമാണ്. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് 21 ഡേയ്സ് ആണ്. 21 ഡേയ്സ് ഇതിനുമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അത് കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നില്ല, 1-2 ദിവസങ്ങളിൽ ഇടവിട്ടിട്ടാവാം. കാരണം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും തിരക്ക് പിടിച്ച ജീവിതമാണ്, ആർക്കും സമയമില്ല. 21 ദിവസം നമ്മൾ വ്രതം അങ്ങനെയുള്ള സംഭവങ്ങൾ എടുക്കണം. അപ്പോൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സാത്വികമായ ഭക്ഷണം കഴിക്കുക, സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അത് വേണോ? അത് വേണം. ഈ ലൈംഗിക ബന്ധം അല്ലെങ്കിൽ നമ്മൾ ഭാര്യ ഇണയോട്ട് ചേർന്ന് നിൽക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് നിഷ്കർഷയുണ്ട്. 21 ദിവസത്തേക്ക് അത് പാടില്ല. ആദ്യത്തെ 3 ദിവസത്തെ ക്ലാസ്സിന് വരുമ്പോൾ ഒരു 3 ദിവസം മുമ്പേ ഈ പറയുന്ന സാത്വികമായിട്ടുള്ള ഭക്ഷണക്രമങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ചിട്ടവട്ടങ്ങളും ആവശ്യമാണ്. ഈ 3 ദിവസവും നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ വരുന്ന സമയത്ത് അക്കോമഡേഷനും ഫുഡും ഒക്കെ അവിടെ നിന്ന് തന്നെയാണ്, പുറമെ പോയി കഴിക്കാൻ പാടില്ല. അവിടെ തങ്ങിയിട്ട് വേണം ചെയ്യുന്നത്. ഈ 2 ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഇതിനകത്ത് പ്രാണായാമം ചെയ്യിപ്പിക്കുന്നുണ്ട്, കുറച്ച് എക്സസൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, തേർഡ് ഐ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പം സാധാരണ തേർഡ് ഐ പ്രാക്ടീസ്, ഞാൻ തേർഡ് ഐ പ്രാക്ടീസ് ചെയ്ത ആളാണ്, നിലവിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുപോലെ തന്നെ തേർഡ് ഐ എവിടെയൊക്കെയാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിൻ്റെ എല്ലാം സയൻസും അതിൻ്റെ രീതികളും ഒക്കെ ഞാൻ മനസ്സിലാക്കിയ വ്യക്തിയാണ്. അപ്പോൾ അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഊർജത്തിൻ്റെ പ്രസരണം നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ അതിൻ്റെ ക്ലാസ്. പലപ്പോഴും ഈ നമ്മൾ ഇതിപ്പോൾ കേട്ടത് ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായ രീതിയിലാണ്. ഈ 21 ഡേ അവിടെ തന്നെ നമ്മൾ അതെ. അല്ല, ഇത് 21 ഡേയ്സ് നമുക്ക് വേണ്ട. ഇവിടെ ഈ 3 ദിവസത്തെ ക്ലാസ്സിൽ അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഗുരുകുലത്തിൽ നിൽക്കുന്നു, ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഇത് കഴിഞ്ഞു. അപ്പം ഇതിപ്പം 21 ഡേയ്സ് നമ്മൾ വീട്ടിൽ നിന്നാണ് പ്രാക്ടീസ്. അതെ, ഈ വീട്ടിലിരുന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മളൊരു എനർജി ഫീൽഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനൊരു എനർജി ഫീൽഡിന്റെ ഒരു എവിടെ ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആ സമയത്തുള്ളതാണ്, അത് ചർച്ച ചെയ്യേണ്ട വന്നാലേ അത് നമുക്ക് അറിയാൻ പറ്റും. അതെ, അത് അവിടെ വന്നാലാണ് അത് അവർക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ. അല്ലാതെ ഞാനത് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കും. എവിടെയാണ് ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ഓഫീസ്, ഇപ്പം എനിക്ക് ഇത്രയും ദിവസമൊന്നും വീട്ടിൽ എന്തായാലും ഇരിക്കാൻ പറ്റില്ല. നമ്മൾ പല സാഹചര്യത്തിലൊക്കെ പോകേണ്ടി വരും. ഈ 21 ദിവസവും നമ്മൾ സാത്വിക് ഫുഡ് തന്നെ വേണം. ഇപ്പം ഞാൻ പല വീഡിയോസിലും പല കാര്യങ്ങളും പറയുന്നതാണ്. കാരണം നമ്മളൊരു പാത്രമാണെങ്കിൽ ആ പാത്രം നമ്മൾ ഫുഡ് കഴിക്കും, എത്ര നല്ല സ്വർണ്ണ തളികയാണെങ്കിലും വെള്ളി തളികയാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ച പാത്രം കഴുകി വെക്കണം, എന്നാലാണ് അതിന് ശുദ്ധി ഉണ്ടാവണം. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ എന്ത് ക്രിയ ആണെങ്കിലും പഠിച്ചാലും ഇപ്പൊ പല ആളുകളും ക്ഷേത്രത്തിൽ ഉപാസിക്കുന്നവരുണ്ട്, അല്ലേ? അവരുടെ ഉപാസന കൃത്യമായിട്ട് പോയാൽ മാത്രമേ ആ ദേവിയാണെങ്കിൽ ആ ദേവിയുടെ ചൈതന്യം അയാൾ പ്രസാദിക്കുകയുള്ളൂ. മറ്റുള്ളത് പോലെയല്ല, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഉപാസന നടത്തി പോകണം. ഇവിടെ നിങ്ങൾ ഈ 21 ഡേയ്സ് നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ഈ സോളിൽ എനർജിയെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം എന്നല്ല, നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു പ്രശ്നം വരുന്ന സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഓൾറെഡി അപ്പം തന്നെ ഉണ്ടാവും. അപ്പം തന്നെ നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിക്കുമ്പോൾ ആ സുഹൃത്ത് ഓടി വരുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേരൻസിനെ നമ്മൾ വിളിക്കുമ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് പോലെ അപ്പം തന്നെ വരികയും അതിൻ്റെ പ്രശ്നങ്ങളുടെ എങ്ങനെ വന്നു, നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മളുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡിയിൽ അറിയാൻ പറ്റും. അതിപ്പോൾ ഈ ക്രിയ ചെയ്യുമ്പോൾ ഈ 3-ാം ദിവസം ഞാൻ പറഞ്ഞ 3 ദിവസത്തെ ക്ലാസ് ഉണ്ടെങ്കിലും ഈ 3-ാമത്തെ ക്ലാസ് നമ്മൾ പൗർണമിയുടെ സമയത്ത് മാത്രമാണ് എടുത്തു കൊടുക്കുന്നത്. ആ 2 ദിവസം ഇനി പൗർണമിയുടെ സമയത്താണ്, അതായത് ഒരു 3 ദിവസം അങ്ങോട്ടും തള്ളി, അങ്ങോട്ട് ബാക്കും ഫ്രണ്ടും ഇത് തള്ളി നമുക്ക് ആ മിഡിൽ ടൈമിലാണ് അവർ വരുന്നതെങ്കിൽ, ആ സമയത്താണ് ഇതിന്റെ ക്ലാസ്സിന് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ അവിടെ അവരുടെ ബോഡിയിൽ സംഭവിക്കുന്നത് ഒരു വൈബ്രേഷനാണ്. ഓൾ ബോഡി വൈബ്രേറ്റ് ചെയ്യും. അത് കിടത്തിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതിന്റെ ആവാഹനം, അത് പരബ്രഹ്മ ചൈതന്യ ക്രിയയുടെ ആവാഹന പ്രക്രിയ എന്ന് പറയും. ഇതിന്റെ ആവാഹന പ്രക്രിയ ഈ ടോട്ടലി ചൈതന്യത്തെ, ഈ പരബ്രഹ്മ ചൈതന്യം, ഇപ്പൊ നമ്മൾ ദേവീദേവന്മാർ പോലും കണ്ണടച്ച് ധ്യാനിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ അവർക്ക് മുകളിൽ ഒരു ശക്തിയാണ് അവര് പ്രാർത്ഥിക്കുന്നത്. ആ ശക്തിയാണ് നമ്മൾ ആ എനർജിയാണ് ഇവരിലേക്ക് വരുന്നത്.
അപ്പം അതുകൊണ്ടാണ് അത് ആ ശക്തി ഓരോ വ്യക്തിയിലും കോടാനുകൂടി ജനങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും ഈ ഒരു സോൾ എനർജി വരുന്നുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പലർക്കും അത് അറിയുന്നില്ല, പലരും അത് കാണുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചു, നമ്മൾ ഇത്രയും സംസാരിച്ചപ്പോഴും അങ്ങക്ക് കിട്ടിയ ആ ഒരു അനുഭവം പറഞ്ഞില്ല. ഇപ്പം നമുക്കൊരു ഗുണം ഉണ്ടാവണമല്ലോ. എന്തായിരുന്നു ആ ഗുണം? ഞാൻ ചോദിച്ചിട്ട് നമ്മൾ പിന്നെ ആ വഴി തെറ്റി ഇങ്ങ് പോകുന്നത് കാരണം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എന്തായിരുന്നു ആ ഗുണം? എനിക്കിത് പ്രാക്ടീസ് ചെയ്ത് ഈ അനുഭവം എനിക്ക് കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ നിരന്തരം എൻ്റെ ചെറിയൊരു ആവശ്യത്തിന് പോലും വിളിച്ചിരുന്നു. പക്ഷെ അത് സാധ്യമാകാതെ വന്നു. അപ്പം ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ടാണ്. എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്, ഇതിനത് സംഗതി വന്നിട്ടുണ്ട്, അതിൻ്റെ പ്രസൻസ് എന്നിലേക്ക് വന്നിട്ടുണ്ട്, ഇത് കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലെനിക്ക് റിസൾട്ടില്ല. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, ഞാൻ ചെയ്തത് ഇത് സക്സസ് അല്ലേ? അങ്ങനെ എനിക്ക് സംശയം ഇരിക്കെ തന്നെ ഒരു ദിവസം ഞാനിപ്പോൾ തേടയൊക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചക്ര ആക്ടിവേഷനും ഒക്കെ ഇതെല്ലാം ഇതിനകത്ത് ബന്ധപ്പെടുന്നതിൻ്റെ കാരണം. അപ്പം നമ്മൾക്ക് ഒരു ഇൻഡ്യൂഷൻ ഇത് കൂടാതെ കിട്ടും. അതായത് ഈ എനർജിയെ എപ്പോൾ യൂസ് ചെയ്യണം, നമ്മൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മളൊരു സ്കൂളിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലി സ്ഥലത്തോ ഇരുന്നിട്ട് എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് എപ്പോഴും അവർ വിളിച്ചുകൊണ്ടിരുന്ന എന്തായിരിക്കും സ്ഥിതി? അവർക്കൊരു മടുപ്പാവും അല്ലേ, എത്ര കെയർ ചെയ്യുന്നവരാണെങ്കിലും. അതുപോലെ തന്നെ ഇതിനും സംഭവിക്കും. അപ്പോൾ നമ്മൾ കൂടെ വിളിക്കാൻ പാടില്ല. അപ്പം എനിക്ക് മനസ്സിലായി അതെനിക്ക് ഇൻഡ്യൂഷനിലൂടെ കിട്ടുകയാണ് നീ അങ്ങനെ ചെയ്യരുതെന്ന്. ഈ ഒരു 2 മാസം മുമ്പായിരുന്നു ഞാൻ എൻ്റെ ഒരു പുതിയ വീട് പണിത് ഞാൻ താമസം തുടങ്ങിയത്. ഞാൻ സ്ഥലം വാങ്ങിച്ചത് പോലും 1 രൂപ പോലും ഇല്ലാതിരുന്ന സമയത്താണ് ഒരു 10 സെൻറ്റ് സ്ഥലം ഞാൻ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു പൈസയുടെ സ്വപ്നത്തിൽ പോലും മറ്റവർക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ, എൻ്റെ ബന്ധുസ്വന്തങ്ങളോ സുഹൃത്തുക്കൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ പെട്ടെന്നൊരു വീട് ഒരു 8 മാസം കൊണ്ട് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റി. 8 നല്ലൊരു സ്ക്വയർ ഫീറ്റ് ഒരു വീട്. ഇതെല്ലാം സാധ്യമായത് ഈ സംഭവത്തെ, ഈ ടെക്നിക്കിനെ, എനിക്ക് കിട്ടിയ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഏഞ്ചൽസ് അല്ല, ഒരു ദേവിയോ ദേവനോ അല്ല, എൻ്റെ പൂർവികരായിട്ടുള്ള ഒരു എനർജിയാണ്. അതെനിക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ രൂപമുണ്ട്. അതിന്റെ പിക്ചേഴ്സ് ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല, അതെങ്ങനെ ഇരിക്കുന്നു പറയുന്നില്ല. അത് എൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടതാണ്. അത് നിങ്ങളെല്ലാവരും കുടുംബത്തിലുള്ള ആള് തന്നെയാണ്. അതെ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് പൂർവികനാണ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് ഇപ്പോഴും എൻ്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇതെന്റെ ഇപ്പോൾ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാം, കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് പോലും ആ ഒരു എനർജിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ എനർജിയുടെ പ്രസൻസ് ഇപ്പൊ എൻ്റെ മുന്നിലുണ്ട്, ഇവിടെ ഉണ്ട്. ഇത് പക്ഷെ കേൾക്കുന്ന ആളൊരു വിചാരിക്കും ഇയാൾക്ക് വട്ടാണോ ഭ്രാന്താണെന്നൊക്കെ പറയും. പക്ഷെ ഇത് നിങ്ങൾ അനുഭവിച്ചറിയാനേ ഞാൻ പറയുള്ളൂ. അനുഭവമാണ്, നമ്മുടെ അനുഭവമാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തെ വിളിക്കുന്നു, ആ സമയത്ത് വിളിക്കുന്നു. ഇതും ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ 3-ാം ദിവസം പൗർണമിയുടെ ആ സമയത്ത് നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ക്രീനിൽ നിങ്ങൾ കണ്ടെത്തിയ അദ്ദേഹത്തെ വിളിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുക. അല്ലാത്തവരാരും വൈബ്രേറ്റ്. ഇപ്പോൾ ഒരു 20 പേര് ക്ലാസ്സിന് വന്നെന്നിരിക്കട്ടെ, അവർക്ക് ഒട്ടുമിക്ക ആളുകൾക്കും അതുണ്ടാവും, ഉറപ്പ് തന്നെയാണ് അതിന്. പക്ഷെ സത്യം ധർമ്മം നീതി ഇതൊക്കെ പരിപാലിക്കുന്നവർ മാത്രം വന്നാൽ മതി കേട്ടോ, അല്ലാത്തവർക്ക് ഇത് കിട്ടില്ല. അതായത് വരുന്നവര് അന്യന്റെ സ്ഥലമോ അല്ലെങ്കിൽ സ്വാർത്ഥത വെച്ച് സ്വാർത്ഥത വെച്ച് ഇതിനകത്ത് വരാൻ പാടില്ല. അവന്റെ ലൈഫിൽ നേട്ടങ്ങൾ ഉണ്ടാക്കണം, സത്യസന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ഇത് ഒരു റേക്കി ഹീലിംഗ്, പ്രാണി ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഒരു താന്ത്രികരോ മാന്ത്രികരോ ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, അവർക്കൊക്കെ ഇത് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. കാരണം അവരുടെ എന്താണോ അവരുടെ ആ പ്രൊഫഷനിൽ, അവരൊരു ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഏത് ടാരോ റീഡറായിട്ടുള്ള ആളുകളുണ്ടാവും, ഏതിതാണോ അവരുടെ പ്രൊഫഷൻ അനുസരിച്ചിട്ട് അവർ പഠിപ്പിക്കുന്ന മേഖലകൾ, ചികിത്സിക്കുന്ന മേഖലകളിലാണെങ്കിൽ ഇവരെ പോലെയുള്ള ആ ആത്മീയമായിട്ടുള്ള ആ സോൾ എനർജിയെ ഉപയോഗപ്പെടുത്തി അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പാർട്ടി എന്നെ വിളിക്കുന്നു. അദ്ദേഹം റേക്കി പഠിച്ച ആളാണ്, പ്രാണി ഹീലിംഗ്, ആക്സസ് ബാർ ഒക്കെ പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുന്ന സമയത്ത് എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുകയാണ്. അയാൾ മാത്രമല്ല, അയാളുടെ അച്ഛനും അമ്മയും സഹോദരിയും സാമ്പത്തികമായിട്ട് കടം, പിന്നെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ ഞാൻ വരാൻ പറഞ്ഞു. അപ്പോൾ ഫീസൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇയാൾക്ക് എൻ്റെ അടുത്ത് വരാൻ വണ്ടിക്കൂലിക്ക് 50 രൂപ വേണം, അതുപോലും ഇല്ലാത്ത അവസ്ഥയാണ്.
പക്ഷേ ഞാനപ്പോൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ, കാരണം ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒരു സംഭവം വേണമല്ലോ. നമ്മുടെ അവിടെ ഫീസോ അല്ലെങ്കിൽ എൻ്റെ ദക്ഷിണയോ അല്ല ഞാൻ നോക്കേണ്ടത്, അയാളെ രക്ഷിക്കുക എന്നുള്ളൊരു കർമ്മമാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ വരാൻ പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, അങ്ങേര് വന്നു. ഇന്നും അദ്ദേഹം ഇപ്പം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ അത്യാവശ്യ സാമ്പത്തികമായിട്ട് നിന്ന് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവർ 4 പേരും സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എൻ്റെ സിസ്റ്റം അവിടെ വർക്ക് ചെയ്തത്, അതിപ്പോൾ ഈ ഓരോ ആളുകൾ ഇത് ചെയ്യുമ്പോഴും അവർക്ക് വരുന്ന അനുഭവങ്ങൾ ഞാനിത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാം ലൈവായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പബ്ലിക്കിന്റെ മുമ്പിൽ എനിക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ വീഡിയോ കാണിക്കൂ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും, അല്ലേ? നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ വരുന്നവർക്ക്, ആരാണോ അതിന് വരുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് അതിനെ ഉപയോഗപ്പെടുത്തി വളരെ സത്യസന്ധമായിട്ട് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി നമ്മൾക്ക് ഒരു ഗാർഡിയനെ ഉണ്ടാക്കി. ഇപ്പം ഗുരു അല്ലേ, നേർവഴിക്ക് നടത്തുന്നവനാണ് ഒരു ഗുരു എന്ന് പറഞ്ഞാൽ. അതുപോലെ ഒരു ഗുരു നിങ്ങൾക്ക് ഒരു ഈശ്വരീയമായ ഒരു എനർജിയെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും.